ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജെം ടോക്കീസ്. രേണു സുധി, അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്നും എവിക്റ്റായി പോവാതെ വോക്കൗട്ടായി പോയ രേണു സുധീനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. പുള്ളിക്കാരുടെ ഒരു വീഡിയോ വൈറലാണ്, റീൽസ്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങളൊരു അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. ഞാൻ ഞെട്ടിപ്പോയ ഒരു സത്യം എന്ന് വെച്ചാൽ ഞാൻ എവിക്റ്റ് ആയിട്ടില്ല, വോക്കൗട്ട് ആയിട്ട് വന്നപ്പോൾ ലാലേട്ടൻ പറഞ്ഞായിരുന്നു നല്ല വോട്ടായിരുന്നു പറഞ്ഞെങ്കിൽ ലാസ്റ്റ് ഫൈനലിൽ അത് കാണിച്ചു. ഈ 5 വീക്കിലും എനിക്ക് അനീഷിനെ അനുവിനായിരുന്നു വോട്ട് നിന്നത്. അപ്പം ഭയങ്കര സന്തോഷം, കാരണം അത്രയും ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്, വോട്ട് ചെയ്യുന്നു. ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു നല്ല വോട്ടുണ്ടായിരുന്നു ചേച്ചി, എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? അതായത് അനു, അനീഷ്, രേണു സുധി, അങ്ങനെ ടോപ്പ് 3 വരേണ്ട കണ്ടസ്റ്റൻ്റ് ആയിരുന്നു രേണു, അല്ലെങ്കിൽ കപ്പടിക്കാൻ ചാൻസ് ഉള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു രേണു. പക്ഷേ രേണു വോക്കൗട്ട് ചെയ്ത് പോയത് കൊണ്ട് മാത്രമാണ് രേണുവിന് കപ്പ് കിട്ടാഞ്ഞു പോയത്, അല്ലെങ്കിൽ ടോപ്പ് 3 കിട്ടാഞ്ഞു പോയത് എന്നാണ് പുള്ളിക്കാരി ഉദ്ദേശിച്ച് വെക്കുന്നത്. അതേപോലെ തന്നെ മോഹൻലാൽ പറഞ്ഞൊരു സംഭവം പുള്ളിക്കാരി അത് എടുത്ത് പറയുന്നുണ്ട്. മോഹൻലാൽ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വോട്ടുണ്ട്, പിന്നെ എന്തിനാണ് പോകുന്നത് എന്നൊരു സംഭവം ഓൾറെഡി ഒരു മോഹൻലാൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ലാലേട്ടൻ ചോദിക്കാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ ആ ഒരു വീക്കിൽ ആൾക്ക് വോട്ടുണ്ടായിരിക്കും എന്ന് വെച്ചാൽ ലാലേട്ടൻ അത് ടോപ്പ് 3 അല്ലെങ്കിൽ അനു, അനീഷ് കഴിഞ്ഞിട്ടുള്ള വോട്ടിങ്ങിലാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതിനുശേഷം പറയുന്നൊരു കാര്യമാണ് ഫിനാലയുടെ ടൈമിൽ പുള്ളിക്കാരി ആ വോട്ടിംഗ് ലിസ്റ്റ് കണ്ടു എന്നുള്ളത്. അത് നമ്മളെല്ലാവരും കണ്ടതാണ്. 2-3 ആഴ്ചയിൽ രേണു സുധി എവിക്ഷനിൽ വന്നില്ല. ഓക്കെ, അപ്പം ഞാനത് ഒന്ന് പ്ലേ ചെയ്ത് വെക്കാം, അപ്പോൾ നിങ്ങളൊന്ന് കാണാം. അതിന് മുന്നേ ആയിട്ട് ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ പല ആൾക്കാരും, അതായത് ശൈത്യ, ബിൻസി, അപ്പാനി, ശരത്ത്, ഇവരെല്ലാവരും ബിഗ് ബോസിന് ഇറങ്ങിയതിന് ശേഷം പറഞ്ഞൊരു കാര്യമാണ് അൺഫെയർ എവിക്ഷൻ ആയിരുന്നു, ഞങ്ങൾ പോവേണ്ട ആൾക്കാരല്ല, പോവേണ്ട ആൾക്കാർ ഓൾറെഡി അതിനകത്തുണ്ടായിരുന്നു, എന്നിട്ട് ഞങ്ങൾ പോയി എന്നുള്ള രീതിയിലുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സരികയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലെ കാരണമാണ് പോയത് എന്നൊക്കെ. നമുക്ക് എന്തായാലും വോട്ടിങ്ങിൻ്റെ ആ ഒരു ലിസ്റ്റ് ഒന്ന് നോക്കാം, അതിൽ നിന്നൊന്ന് പരിശോധിച്ച് നമുക്ക് നോക്കാം ഇവർ ഈ പറയുന്നതൊക്കെ സത്യമാണോ എന്ന്. നോമിനേഷൻസ് വീക്ക് 1 ആദ്യമേ അനുമോൾക്കാണ് 26.7, പിന്നെ രേണു സുധി ഉണ്ടായിരുന്നു, പക്ഷേ അനീഷും ഷാനവാസും അന്നില്ലായിരുന്നു. അതുകൊണ്ട് രേണു സുധി 21.9, ജിസേൽ 21.9 വന്നു. നോമിനേഷൻസ് വീക്ക് 2 ഏറ്റവും കൂടുതൽ വോട്ടുള്ളത് ഷാനവാസിനാണ്, അതായത് 15.1. പിന്നെയാണ് അനുമോൾക്കും ഒക്കെ ഉണ്ടായിരുന്നത്, പിന്നെ നൂറ, ആദില, പിന്നെ ജിസൈൽ അങ്ങനെ ഉണ്ടായിരുന്നത്. ഇവിടെ രേണു സുധി ഇല്ലായിരുന്നു, എവിക്ഷൻ ലിസ്റ്റിൽ രേണു സുധി ഇല്ലായിരുന്നു. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അനു, അനീഷ്, രേണു എന്നുള്ള രീതി വരുമെന്ന് അറിയത്തില്ല. വീക്ക് 3 ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് അനുമോൾക്കാണ്, അത് 29.6, പിന്നുള്ളത് ഷാനവാസിനാണ് 20.7. അവിടെയും രേണു സുധി ഇല്ലായിരുന്നു എവിക്ഷനിൽ. പിന്നുള്ള സ്പ്ലിറ്റായി പോയേക്കുന്നതൊക്കെ റെന ഫാത്തിമ, ശൈത്യ, അപ്പാനി, അക്ബർ അങ്ങനെയാണ് പോയേക്കുന്നത്. ആ ഒരു വീക്കിലും രേണു സുധി ഇല്ലായിരുന്നു. പിന്നെ എന്തിനാണ് പുള്ളിക്കാരി ആ ഒരു ലിസ്റ്റ് പറഞ്ഞ്, ഇവരെന്താ ഷാനവാസിനെ മറന്നുപോയോ അതോ മറന്നായിട്ട് അഭിനയിക്കുകയാണോ? നോമിനേഷൻ വീക്ക് 4 നൂറയ്ക്ക് ഉണ്ടായിരുന്നു. അവിടെ അപ്പം അനീഷില്ല, ഷാനവാസില്ല, അനുമോടില്ല, അപ്പോൾ നൂറയുണ്ട്. പിന്നെ ബിന്നിക്കുണ്ടായിരുന്നു, പിന്നെ ആദില. അങ്ങനെ വീക്ക് 5 അനുവിന്, അനീഷിന്, പിന്നെ ഷാനവാസിന് അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. വീക്ക് 6 അനു, അനീഷ്, ആദില, ബിക്കോസ് അവിടെ ഷാനവാസ് ഉണ്ടായിരുന്നില്ല. പിന്നുള്ള വീക്ക് എവിക്റ്റായി പോയി, അതായത് എവിക്റ്റ് എന്നല്ല, വോക്കൗട്ടായി പോയി. പിന്നുള്ള വീക്കിലൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ പറയുന്ന ശാരിക ആവട്ടെ, ബിൻസി ആവട്ടെ, അപ്പാനി ശരത്ത് ആവട്ടെ, ഇവർക്കൊക്കെ വോട്ട് കുറവാണ്. പിന്നുള്ള വീക്ക് 7 ഷാനവാസിക്കൊക്കെയാണ് കൂടുതൽ വോട്ടുള്ളത്, അനു, അനീഷ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഓരോന്നും നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏറ്റവും കൂടുതൽ വോട്ട് ഷെയറിംഗ് ഉള്ളത് ഷാനവാസിക്കാണ്. അതായത് അനു, അനീഷ്, ഷാനവാസിക്ക് തന്നെയാണ് ആദ്യം മുതൽക്കേ വോട്ടിങ്ങിൻ്റെ ആ ഒരു പവർ ഉള്ളത് ഷാനവാസിക്കുണ്ട്. ഷാനവാസിക്കയുടെ കാര്യം എന്തുകൊണ്ട് ഇവർ മറന്നു പോകുന്നു എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. അതേപോലെ തന്നെ വീക്ക് 8 അനീഷ്, ഷാനവാസ് അങ്ങനെയാണ് വന്നേക്കുന്നത്. പിന്നെ അന്ന് എവിക്റ്റായി പോയത് അഭിലാഷും മുനിലും ജിഷിനും ഒക്കെ ആയിരുന്നു. അപ്പം ഇവർ ഈ പറയുന്നത് ഭയങ്കര ഒരു തള്ളാണ്, ഒറ്റ ഒരു തള്ളാണ്, തള്ളി അവരങ്ങ് മറിക്കുകയാണ്. ഇത്രയും പേര് ആരൊക്കെയാണെന്ന് വെച്ചാൽ അപ്പാനി ശരത്ത്, ബിൻസി, RJ ബിൻസി ഒരു രക്ഷയില്ല, ഫുൾ തള്ളി മറിച്ച്. ഇവരിപ്പം ആകെ ഒരു 15 ദിവസം, എനിക്ക് തോന്നുന്നു രണ്ടാഴ്ചയ്ക്കുള്ളിലാണ് അവർ എവിക്റ്റായി പോയത്. എന്നാൽ അവർ ഈ ഒരു നിമിഷം കൊണ്ട് അവരൊരു 300 ഇൻ്റർവ്യൂ എങ്കിലും കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ബിഗ് ബോസിനെ പറ്റി. അങ്ങനെയെങ്കിലും കാശ് കിട്ടാൻ വേണ്ടിയിട്ടാവണം. എനിവേ കുഴപ്പമില്ല, പക്ഷെ വന്നിരുന്ന് സംസാരിക്കുന്നത് ബ്ലണ്ടർ എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ബ്ലണ്ടർ വേറെ ആരും സംസാരിക്കത്തില്ല. അമ്മാതിരി ബ്ലണ്ടറാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
മനസ്സിലായോ? അപ്പം ഇത്രയും, അതായത് ബിഗ് ബോസിലുള്ളവർക്ക് അതിനകത്തുള്ള ആൾക്കാർക്കൊന്നും കളി അറിയത്തില്ല. ഈ പുറത്ത് വന്ന RJ ബിൻസിക്കാണ് ഏറ്റവും കൂടുതൽ കളി അറിയാവുന്നതും, അതായത് എങ്ങനെ കളിക്കണം എന്നറിയാവുന്നതും ഗെയിം കളിക്കണം എന്നറിയാവുന്നതും RJ ബിൻസിക്കാണ്. പൈസ കൊടുത്തുകൊണ്ട് മാത്രമാണ് അനുമോൾ അതിനകത്ത് നിൽക്കുന്നതും ബാക്കിയുള്ളവർ അതിനകത്ത് നിൽക്കുന്നതും PR ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഇങ്ങനെയാണ് അവർ പറയുന്നത്. അതായത് RJ ബിൻസി ആവട്ടെ, രേണുസുതി സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും സംസാരിക്കാത്തേ വ്യക്തിയാണ്. പിന്നെ എന്തിനാണ് ഇങ്ങനെ സംസാരിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആൾ കണ്ടെന്ന് നോമിനേഷൻ വീക്ക് 5 ഏതോ ഒരു തവണ ആയിരിക്കും, പക്ഷേ ആ ടൈമിൽ അനീഷ്, ഷാനവാസ് ഉണ്ടായിരുന്നു കാണത്തില്ല. ആ ഒരു ടൈമിൽ യു ഹാവ് ബീൻ തേർഡ് എന്ന് പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ഈ ഒരു സംഭവത്തിൽ ഷാനവാസിക്കിനെ പാടേ മറന്നിട്ട് ഈ ഒരു സംഭവം പറഞ്ഞത് എന്ത് കണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആൾ ടോപ്പ് 3 ആകുമെന്നോ അല്ലെങ്കിൽ ആൾ കപ്പടിച്ച് പോയതിനെന്നാണോ? ആൾ എന്ത് കണ്ടൻറ്റായിരുന്നു അതിനകത്ത് കൊടുത്തിരുന്നത്? നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച കണ്ടൻറ്റ് ഉണ്ടായിരുന്നു ആൾക്ക്. പിന്നെ വേറെ എന്ത് കണ്ടൻറ്റാണ് ഉണ്ടായിരുന്നത് അത് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും. മീൻസ് പെയിൻ്റെ കണ്ടൻറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു കണ്ടൻറ്റാണോ? ആൾ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ആളുടെ ഒരു സെപ്റ്റിക് ടാങ്ക് അക്ബർ എന്ന് വിളിച്ചോ അന്നാണ് സിമ്പത്തി കാർഡ് കിട്ടി അവർക്ക് വോട്ട് കയറാൻ തുടങ്ങിയത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഷാനവാസിക്കാണ് ഏറ്റവും കൂടുതൽ അവിടെ വോട്ടുണ്ടായിരുന്നത്. എനിവേ, സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ്. എനിക്ക് കുറച്ച് കാര്യം പറയാനുള്ളത്, ഞാൻ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ വളരെ ന്യൂ ആണ്. അപ്പോൾ എനിക്ക് വീഡിയോസ് ഇടുന്നതിനെ പറ്റിയൊക്കെ കുറച്ച് ലാഗ് ഉണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഡ്യൂട്ടി സമയത്തും ഇതൊക്കെ ആയത് കാരണം എനിക്ക് കുറച്ച് ലാഗുണ്ട്. എനിക്ക് ഒരുപാട് നല്ല കമൻറ്റ്സ് വരുന്നുണ്ട്, റിവ്യൂ നല്ലതാണ്, സൗണ്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അതിന് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതേസമയം എനിക്ക് കുറച്ച് സജഷൻസും വരുന്നുണ്ട്. ഓൾവേസ് വെൽക്കം. സജഷൻസ് എല്ലാം എനിക്ക് വെൽക്കം ചെയ്യുന്നുണ്ട് ഞാൻ. ഇനിയും സജഷൻസ് പറയുക, അപ്പോഴെനിക്കാണെങ്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളാണ് എൻ്റെ സ്ട്രെങ്ത്. എനിക്ക് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഒരു ഗീവ് അവേ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്കത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നറിയാത്തതുകൊണ്ട് എനിവേ ഞാൻ എല്ലാവർക്കും ഒരു പ്രൈസ് തരും എന്നാണ്, എൻ്റെ ഒരു ഗിഫ്റ്റ് തരണം എന്നാണ് എൻ്റെ ആഗ്രഹം. എനിവേ, സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഒന്നും കൂടി ഞാൻ താങ്ക്സ് പറയുകയാണ്. ഇപ്പം കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് എനിക്ക് പരിചയമുള്ള, ഇപ്പം നമ്മുടെയൊക്കെ മുഖങ്ങൾ പരിചയമുണ്ടെന്ന് നമ്മൾ പറയത്തില്ല, അതേപോലെയാണ് എനിക്ക് ഓരോരുത്തരുടെയും കമൻറ്റ് ചെയ്യുമ്പം എനിക്ക് ആരാണ് എന്നൊക്കെ നല്ലപോലെ അറിയാം. എനിവേ, അങ്ങനത്തെ ഉള്ള കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ എന്തായാലും ഒരു ഗീവ് അവേ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം താങ്ക് യു സോ മച്ച്. ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും അങ്ങോട്ടുള്ള എല്ലാത്തിലും എനിക്ക് സപ്പോർട്ട് ചെയ്യുക. കാരണം ഞാൻ ന്യൂ ആണ്, എനിക്കറിയില്ല ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. താങ്ക് യു സോ മച്ച് ആൻഡ് ലവ് യു ഓൾ. ബൈ.